ഇന്ന് ഹോട്ടൽ ഹൈസിന്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഒരു 11 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈസിന്തിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് കൗൺസിലേഴ്സ് എത്തി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു മേലുദ്യോഗസ്ഥയും ഒരു വനിതാ രാഷ്ട്രീയ നേതാവും തമ്മിലുള്ളൊരു ക്ലാഷ്. അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥയ്ക്ക് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, വനിതാ രാഷ്ട്രീയ നേതാവിന് അവരുടെ ആളുകൾ പങ്കെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, മാം ഞാൻ തിരിച്ചു പോകാം, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അവരുടെ ഈഗോ ആണ് അവിടെ. അവർ പറഞ്ഞില്ല, കല തന്നെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ അവർ തമ്മിലുള്ളൊരു ക്ലാഷിൽ ഇടയ്ക്ക് ഞാനായി. എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റും ഇമേജും ഈഗോ എല്ലാം അവിടെ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കുക, വല്ലാണ്ട് ഇൻസൾട്ടഡ് ആയിക്കൊണ്ടിരിക്കുക. ഞാനെന്ന വ്യക്തിയോ ഞാനെന്ന പ്രൊഫഷനോ അല്ല, ഈ രണ്ട് വനിതകൾ തമ്മിലുള്ള ക്ലാഷിൻ്റെ ഇടയിൽ ഞാനായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മേലുദ്യോഗസ്ഥ തന്നെ അവിടെ ജയിച്ചു. അപ്പം അവർക്ക് ജയം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലെ സംബന്ധിച്ചോളം വലിയൊരു ആഘോഷമാണ്. പക്ഷെ ഇതിന് ഇടയിൽ ഞാൻ നിന്നപ്പോൾ എനിക്കുണ്ടായ മുറിവുകൾ എന്ന് പറയുന്നത് ഏറെയായിരുന്നു. എപ്പോഴത്തെയും പോലെ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു വിൽ പവർ, ഞാൻ വളരെയധികം സെൻസിറ്റീവായിട്ടുള്ളൊരു ഹ്യൂമനാണ്. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടാവുന്ന ഓരോ പോറലും, മനസ്സിലുണ്ടാവുന്ന ഓരോ പോറലും എന്നെ തളർത്തിയിടാറുണ്ട്. ഞാൻ ആ ദിവസം തന്നെ ഇവർ ജയിച്ചു, പക്ഷെ പിന്നീട് അവർക്ക് എനിക്കവിടെ എന്ത് നഷ്ടമായി, എൻ്റെ സെൽഫ് റെസ്പെക്ട് നഷ്ടമായത് അവരത് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്ന് ആ മേലുദ്യോഗസ്ഥയ്ക്ക് തോന്നിയതേയില്ല. അവിടെ ഞാൻ മനസ്സിലാക്കി എത്രമാത്രം സെൽഫിഷാണ് ഓരോ വ്യക്തികളും എന്നുള്ളത്. ഞാൻ അന്ന് ആ ഒരു പ്രോജക്റ്റ് റിസൈൻ ചെയ്തു. ആ ഒരു പ്രോജക്റ്റ് റിസൈൻ ചെയ്ത് ഒരാഴ്ചയെ ഞാൻ ഇരുന്നുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ടീച്ചർ സുഷ മാം എനിക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി തുറന്നു തന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ ലൈഫിൽ എനിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ റോൾ മോഡൽ എന്നൊന്നും പറയാൻ ആരുമില്ല. പക്ഷേ എൻ്റെ ടീച്ചേഴ്സ്, ഞാനൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എവിടെയും എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഒരു റാപ്പോ നന്നായിട്ട് ഉണ്ടാക്കി. ആ ഒരു നല്ല അധ്യാപകര് ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞിട്ടൊന്ന് എടുത്തു പറയണം. കാരണം സ്കൂളിൽ എനിക്ക് ഒരുപാട് ട്രോമാസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ടീച്ചേഴ്സ് എന്നെ മോൾഡ് ചെയ്യാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പം ആ ഒരാഴ്ച കഷ്ടിച്ച് ഞാനിരുന്നു. അടുത്ത പ്രോജക്റ്റിൽ ഞാൻ കയറി. ഞാൻ ഈ നിമിഷം വരെയും ഒരു പെർമനന്റ് ജോലി അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ ഫ്രീലാൻസിങ് ആണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് പല മേഖലയിൽ ഞാൻ ഇൻവോൾവ് ആവുമായിരുന്നു. 24/7 എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. ക്ലാസ് എടുക്കാനായിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ലൈബ്രറിയിൽ പോയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സുകൾക്ക് നല്ലൊരു ഒരു പ്രോത്സാഹനം ടീച്ചേഴ്സ് തരികയും അവരെന്നെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ടീച്ചേഴ്സ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, അത് ഭയങ്കര ഒരു പുണ്യമാണ്. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മളെ ക്ലാസ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, എന്ത് പ്രശ്നമാവട്ടെ നമ്മളെ തോൽക്കില്ല എന്നൊന്ന് വിചാരിച്ചാലുണ്ടല്ലോ, പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും. നമ്മളുടെ ജീവിതത്തിലോട്ട് നമ്മളെ കൈ പിടിച്ച് കയറ്റാനായിട്ട് ഒരുപാട് പേര് വരും. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിചാരിക്കുക, ഈ നിമിഷവും ഈ സമയവും കടന്നു പോകും.